സുഗന്ധമായി വിശുദ്ധ ചെറുപുഷ്പം ലിസ്യോദൻ കൊച്ചു ത്രേസ്യാനേ. നമുക്ക് ഈ സമയം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ദൈവസന്നിധിയിലായിരിക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളിന് ഏറ്റവും അടുത്ത ഈ ദിവസങ്ങളിൽ വിനയമെന്ന പുണ്യത്താൽ സാർത്ഥകമായ തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ മുന്നിലെ നിറസാന്നിധ്യമായ പുണ്യവതിയെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഈ അവസരത്തിൽ വിനയമെന്ന പുണ്യത്തിൽ വളർന്നു വരുവാൻ നമുക്കും പരിശ്രമിക്കാം. സകലത്തിൻ്റെയും ആദികാരണമായ നല്ല ദൈവമേ, വിശുദ്ധ കൊച്ചു ത്രേസ്യയെപ്പോലെ അഹന്തയും സ്വാർത്ഥതയും നിറഞ്ഞ ഈ ലോകത്തിൻ്റെ സകലവിധ ബന്ധനങ്ങളെയും തരണം ചെയ്ത് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വിനയത്തിൻ്റെ മാതൃക പിന്തുടർന്ന് ദൈവാനുഭവം തൻ്റെ ചുറ്റുമുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ധാരാളമായി നൽകി അനുഗ്രഹിക്കണമേ. വിനയമെന്ന പുണ്യം ജീവിതത്തിലുടനീളം പിന്തുടർന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ ലോകത്തിൻ്റെ നൈമിഷികമായ പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കുമുപരി ദൈവത്തിൻ്റെ സ്വന്തമാകുവാൻ വിനയത്തിൻ്റെ മാതൃക ഉൾക്കൊണ്ട് വിശുദ്ധമായി ജീവിച്ച് സാർവത്രിക കത്തോലിക്ക സഭയുടെ മിഷൻ മധ്യസ്ഥയായി തീർന്ന് സ്വർഗത്തിൽ നിന്നും അനുഗ്രഹമാകുന്ന റോസാപുഷ്പം വർഷിച്ചുകൊണ്ട് നമ്മെ കൂടുതൽ വിശുദ്ധിയുള്ളവരായി ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവരായി വളരുവാൻ അവിടുത്തെ മഹത്വം ഏറ്റുപറയുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. വിനയത്തിൻ്റെ മാതൃക പകർന്നു നൽകിയ ക്രിസ്തുനാഥനോട് ചേർന്ന് അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള മക്കളായി വളർന്നു വരുവാനുള്ള കൃപ ലഭിക്കുന്നതിനായി പുണ്യവതിയുടെ മധ്യസ്ഥ സഹായം നമുക്ക് ഈ സമയം ആഗ്രഹിക്കാം. ഇന്നേ ദിവസം നാം പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ നാടിനെയും എല്ലാ ഡ്രൈവേഴ്സിനെയും, പ്രത്യേകിച്ച് സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്നവരും അല്ലാത്തവരുമായ ഓരോരുത്തരെയും ഓർക്കുന്നു. എല്ലാവിധത്തിലും അവരെയും ആ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെയും സംരക്ഷിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന തിരുവചനത്തെ സ്വയം സമർപ്പിച്ച് വിനയത്തിൻ്റെ മാതൃക പുൽകിയ വിശുദ്ധ നാം ഓരോരുത്തരെയും തൻ്റെ മധ്യസ്ഥ സഹായത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ സമയമായിരിക്കാം. ആമേൻ. നിന്നാരാമത്തിൽ വിടരും റോസാ പുഷ്പമേ, നിൻ കൃപയാൽ ഉണരും ഉഷസ്സിൻ സുഗന്ധമായി വിശുദ്ധ ചെറുപുഷ്പം